മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസ കരട് പട്ടികയിൽ സർവത്ര പിശക്. പട്ടികയിൽ നിന്ന് അർഹരായവർ ഒഴിവായതും പേരുകളിലെ ഇരട്ടിപ്പും ചൂണ്ടിക്കാട്ടി ദുരന്തബാധിതർ മേപ്പാടി പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും അർഹരായ ആരും ഒഴിവാക്കപ്പെടില്ല എന്നും സർക്കാരിന്റെ ഉറപ്പ്. പുനരധിവസിപ്പിക്കേണ്ട 388 പേരുടെ കരട് പട്ടികയിലാണ് കല്ലുകടി. മുണ്ടക്കൈ 11-ാം വാർഡിൽ മാത്രം 70 പേരുകളിൽ ഇരട്ടിപ്പ്. ചൂരൽമല 10, 12 വാർഡുകളിലെ അർഹരായ പലരും പട്ടികയിലില്ലെന്ന ആക്ഷേപം. അനർഹർ പലരും ഉൾപ്പെട്ടു. വാസയോഗ്യമല്ലെന്ന് സർക്കാർ കണ്ടെത്തിയ പുഞ്ചിരിമട്ടം പ്രദേശത്തെ പലരും കരട് പട്ടികയിലില്ല. കരട് പട്ടിക തയ്യാറാക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ വലിയ പ്രതിഷേധമാണ് ദുരന്തബാധിതർ ഉയർത്തിയത്. മേപ്പാടി പഞ്ചായത്ത് ഓഫീസിലെത്തിയ പ്രതിഷേധക്കാർ LSGD ജോയിന്റ് ഡയറക്ടറെ ഉപരോധിച്ചു. കരട് പട്ടികയുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കെത്തിയതായിരുന്നു ജോയിന്റ് ഡയറക്ടർ. പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും പ്രതിഷേധത്തിന്റെ ഭാഗമായി. ലിസ്റ്റ് റദ്ദാക്കണമെന്ന് പ്രതിഷേധക്കാർ. ഈ ലിസ്റ്റ് പൂർണ്ണമായിട്ടും തള്ളിക്കളയേണ്ടതാണ്. ഇതിനകത്ത് ഒരു ജെന്യൂനിറ്റി ഇല്ല. ഒരുപാട് ഡബിൾ എൻട്രി വന്നിട്ടുണ്ട്. സബ് കളക്ടർ ഉണ്ടാക്കിയിരിക്കുന്ന ലിസ്റ്റാണിത്. ഇതിൽ ഈ ലിസ്റ്റ് കണ്ടിട്ട് ഞങ്ങൾ ആരെ വിശ്വസിച്ചിട്ടാണ് ഈ 700ഓളം കുടുംബങ്ങളിൽ ജീവിക്കേണ്ടത് എന്നുള്ളതാണ് ഇവർ പറയേണ്ടത്. 1-2 അപാകതല്ല, 70ഓളം അപാകത ഒറ്റ വാർഡിന്റെ ലിസ്റ്റിലുള്ളത്. അപ്പൊ ഈ ലിസ്റ്റ് പൂർണ്ണമായിട്ട് തള്ളിക്കളയണം. തുടർന്ന് ADM സ്ഥലത്തെത്തി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് പ്രതിഷേധം അവസാനിപ്പിക്കാൻ തയ്യാറായത്. രാവിലെ 10 മണിയോടെ തുടങ്ങിയ പ്രതിഷേധം 4 മണിയോടെയാണ് അവസാനിപ്പിച്ചത്. പ്രതിഷേധക്കാർക്ക് ADM നൽകിയ ഉറപ്പുകൾ ഇങ്ങനെ: DDMA കൂടിയിട്ടാണ് നമ്മൾ ആ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്ത് തന്നെ DDMA കൂടിയിട്ടുള്ള അതിലുള്ള അപാകതകൾ ഉടനടി പരിഹരിക്കും. വാസയോഗ്യമായ സ്ഥലം, അല്ലാത്ത സ്ഥലം എന്ന് വേർതിരിച്ചിട്ടുള്ള ഒരു കാര്യം വേണമെന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ ആ രീതിയിൽ സർവേ ചെയ്ത് അതിൽ എത്രത്തോളം നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ടോ എന്ന് പരിശോധിച്ച് അതിനുള്ളൊരു ഉറപ്പ് ഞങ്ങൾ തരുന്നതായിരിക്കും. പുറത്തു വന്നത് കരട് പട്ടിക മാത്രമാണെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. പിശക് സംഭവിച്ചതിൽ മന്ത്രിയുടെ വിശദീകരണം ഇങ്ങനെ: ഈ 2 ലിസ്റ്റിനെ സംബന്ധിച്ച് പരാതികളെല്ലാം സ്വീകരിക്കും. ഇരട്ടിപ്പുണ്ടായാൽ അത് നോക്കും. ഒരാശങ്കയും ഉണ്ടാകേണ്ട കാര്യമില്ല. നിലവിലുള്ള ലിസ്റ്റിൽ പെടാതെ പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇരട്ടിപ്പുണ്ടായ സംഭവങ്ങളുണ്ടെങ്കിൽ, ഏതെങ്കിലും വിധത്തിൽ പുതിയതായി ഉൾക്കൊള്ളേണ്ട ആളുകളുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാക്കിയതാണ്. DDMA യോഗം അംഗീകരിച്ചതാണ്. അതിലുള്ള കുറവുകളാണല്ലോ ഈ ദിവസം പരിശോധിക്കുക. അത് പൂർണ്ണമായി പരിഹരിക്കും. ജില്ലാതലത്തിൽ ഏകകണ്ഠമായി അംഗീകരിച്ച പട്ടികയാണ് പുറത്തുവന്നത്. അർഹരായ ഒരാളെയും ഒഴിവാക്കില്ലെന്നും മന്ത്രി ഉറപ്പു നൽകി. 24 വയനാട്.